സിനിമയിൽ പുതിയ നിരവധി നടീനടന്മാർ വരാറുണ്ടല്ലേ. എങ്കിലും ചെയ്ത സിനിമകളെല്ലാം തന്നെ ഒരു ഗ്യാരണ്ടി ഉറപ്പിക്കാൻ കഴിയുന്ന കുറച്ച് താരങ്ങളുമുണ്ട്. അവർ ആരാണെന്ന് നമുക്ക് നോക്കാം. നിനക്കൊക്കെ പ്രാന്താണോ പെണ്ണുങ്ങളുടെ പിറകെ നടക്കാൻ എന്ന ഒറ്റ ഡയലോഗിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ വ്യക്തിയാണ് നെസ്ലിൻ. ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായ നെസ്ലിൻ ഒരു പിടി നല്ല ചിത്രങ്ങളിലൂടെ പ്രേക്ഷക പ്രീതി നേടിയിരുന്നു. ആദ്യ ചിത്രത്തിൽ പ്രേമത്തിനെതിരായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് റൊമാൻറ്റിക് ഹീറോ കഥാപാത്രങ്ങളാണ് നെസ്ലിനെ തേടിയെത്തിയത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് നെസ്ലിന്റെ സംസാര രീതി. വേറിട്ട ശൈലിയിലൂടെ ഡയലോഗ് ഡെലിവറി നടത്തുന്നതിലൂടെ ഒരു നാച്ചുറൽ ഫീൽ പലപ്പോഴും പ്രേക്ഷകർക്ക് കിട്ടാറുണ്ട്. കുരുതി, ഹോം, സൂപ്പർ ശരണ്യ, നെയ്മർ, പ്രേമലു തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു. താൻ ചെയ്തു വെച്ച കഥാപാത്രങ്ങളിൽ നിന്ന് വളരെയേറെ വ്യത്യസ്തമായിരുന്നു കുരുതിയിലെ കഥാപാത്രം. തനിക്ക് ഏത് റോൾ കിട്ടിയാലും മികച്ച രീതിയിൽ അഭിനയിക്കുമെന്നതിന്റെ തെളിവായിരുന്നു അതിലെ റസൂൽ എന്ന കഥാപാത്രം. ഹോം സിനിമയിൽ നമ്മൾ കണ്ടത് എല്ലാ വീട്ടിലും കാണുന്ന ഒരു അനിയൻ കഥാപാത്രമായിരുന്നു. ഒട്ടും ഓവറാകാതെ തന്നെ നല്ല രീതിയിൽ ആ കഥാപാത്രത്തെ അഭിനയിച്ച് മികച്ചതാക്കി. സൂപ്പർ ശരണ്യയിൽ പ്രേക്ഷകർ കണ്ടത് പഠിപ്പിസ്റ്റായ നെസ്ലിനെയായിരുന്നു. ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത പ്രേമലു എന്ന റോംകോം ചിത്രത്തിലൂടെ സച്ചിൻ എന്ന കഥാപാത്രവും പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറി. സച്ചിന്റെയും റീനുവിന്റെയും ലവ് സ്റ്റോറി ആയിരുന്നു പ്രേമലു എങ്കിലും ആ സിനിമയിൽ ഫ്രണ്ട്ഷിപ്പിനും പ്രാധാന്യമുണ്ടായിരുന്നു. ആലപ്പുഴ ജിംഖാനയാണ് നെസ്ലിന്റെ റിലീസിന് ഒരുങ്ങുന്ന അടുത്ത ചിത്രം. 2019 കുമ്പളങ്ങി നൈറ്റ്സിലൂടെ വന്ന താരമാണ് മാത്യു. പിന്നീട് നിരവധി വേഷങ്ങൾ മാത്യുവിനെ തേടിയെത്തി. എങ്കിലും തണ്ണീർമത്തൻ ദിനങ്ങളിലെ ജെയ്സണെ ആരും മറക്കാൻ വഴിയില്ല. അവിടുന്ന് തന്നെയായിരുന്നു നെസ്ലിൻ മാത്യു കോംബോയുടെ തുടക്കവും. പിന്നീട് നെയ്മർ, ജോ ആൻഡ് ജോ, ജേർണി ഓഫ് ലവ്, 18+ എന്നീ ചിത്രങ്ങളിലും ഇവരുടെ കോംബോ ഹിറ്റായി മാറിയിരുന്നു. അഞ്ചാം പാതിര, 1 തുടങ്ങിയ സിനിമകളിൽ നമ്മൾ കണ്ടത് സാധാരണ ചെയ്തു വെച്ച വേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കഥാപാത്രങ്ങളായിരുന്നു. വിജയ ചിത്രമായ ലിയോയിലും മാത്യുവിന്റെ കരിയർ ഗ്രാഫ് ഉയർത്താൻ പറ്റിയ രീതിയിലുള്ള വേഷമായിരുന്നു. പ്രേമലുവിൽ അപ്രതീക്ഷിതമായി മാത്യു വന്നപ്പോൾ പ്രേക്ഷകർ അറിയാതെ കൈയടിച്ച നിമിഷമായിരുന്നു. നിലവുക്ക് എന്മേൽ എന്നടി കോപം എന്ന ധനുഷ് ചിത്രമാണ് മാത്യുവിന്റെ പുതിയ റിലീസ് ചിത്രം. 2018 പുറത്തിറങ്ങിയ സർവോപരി പാലാക്കാരൻ എന്ന ചിത്രത്തിലൂടെ വന്ന് പിന്നീട് നിരവധി വേഷങ്ങൾ ചെയ്ത നടിയാണ് മമിത ബൈജു. ആദ്യമൊക്കെ കൂടുതൽ ചെറിയ കഥാപാത്രങ്ങൾ തേടിയെത്തിയ മമിതയ്ക്ക് സൂപ്പർ ശരണ്യയിലെ സോന എന്ന കഥാപാത്രത്തിലൂടെ ലഭിച്ചത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു. നായികയേക്കാൾ എന്തുകൊണ്ടും പ്രാധാന്യമുള്ള റോളും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട റോളും അതുതന്നെയായിരുന്നു. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്, ഖോഖോ തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലും അവർ അഭിനയിച്ചു. എങ്കിലും ഒരു പ്രോപ്പർ നായികാവേഷം ലഭിച്ചത് ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത പ്രേമലു എന്ന ചിത്രത്തിലൂടെയായിരുന്നു. അതിൽ റീനു എന്ന കഥാപാത്രത്തെയാണ് മമിത അവതരിപ്പിച്ചത്. റിബൽ എന്ന തമിഴ് ചിത്രത്തിലൂടെ തമിഴ് സിനിമയിലേക്കുള്ള എൻട്രിയും മമിത നേടിയെടുത്തു. മഞ്ജു വാര്യരുടെ മകളായി വന്ന് ഉദാഹരണം സുജാത എന്ന ചിത്രത്തിലൂടെ വന്ന് ഞെട്ടിച്ച വ്യക്തിയായിരുന്നു അനശ്വര രാജൻ. തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ഗിരീഷ് ഏടി ചിത്രത്തിലൂടെ തന്നെയായിരുന്നു അനശ്വരയുടെ ഹീറോയിൻ എൻട്രിയും. മാത്യുവിന്റെ പേരായി വന്ന അനശ്വര പിന്നീട് നിരവധി പ്രമുഖ നടന്മാരോടൊപ്പം അഭിനയിച്ചു. ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത നേരിലൂടെ പ്രേക്ഷകർ കണ്ടത് അനശ്വരയുടെ തന്നെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. നേരിലെ അഭിനയത്തിന് നിരവധി മികച്ച പ്രതികരണങ്ങളാണ് അനശ്വരയ്ക്ക് ലഭിച്ചത്. മൈക്ക്, എബ്രലർ, മലയാളി ഫ്രം ഇന്ത്യ തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചു. ഗുരുവായൂർ അമ്പല നടയിലൂടെ പൃഥ്വിരാജിന്റെ അനിയത്തി കഥാപാത്രത്തെയാണ് അനശ്വര അവതരിപ്പിച്ചത്. എന്നു സ്വന്തം പുണ്യാളനാണ് അനശ്വരയുടെ വരാനിരിക്കുന്ന ചിത്രം. ഇവർ 4 പേരും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു ചിത്രത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നുണ്ട് പ്രേക്ഷകരും. ചെയ്ത കഥാപാത്രങ്ങളെല്ലാം മികച്ചതാക്കിയ ഇവർ ഒരുമിച്ചെത്തിയാൽ ഒരു സൂപ്പർ ഹിറ്റിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കാനില്ല എന്ന് തന്നെ വേണം പറയാൻ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.